ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്വാതന്ത്ര്യം 2 സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളെയാണെന്നുണ്ടെങ്കിൽ അനുവിന് നമ്മുടെ അലോക് കെട്ടഴിച്ചു വിടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ നിന്റെ വിവാഹത്തിന് മുഹൂർത്ത സമയമൊക്കെ കഴിഞ്ഞ് ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറയാണ്. ആ സമയത്ത് അനുക്കാകെ അലോകിനെ കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അനു പറയുന്നുണ്ട്, എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കാവോ, എനിക്ക് ഒട്ടും വയ്യ, ഇവിടെ നിന്ന് എനിക്ക് അനങ്ങാൻ പോലും വയ്യ. ശരി ശരി, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അലോകിന്റെ വണ്ടിയിലേക്ക് അനുവിനെ കയറ്റാണ്. ആ സമയത്ത് അനു ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാല്, അലോക് മേടിച്ചു വെച്ച ആ താലി ഉണ്ടല്ലോ, ആ താലി അലോക് പോലും അറിയാതെ അനു കയ്യിൽ പിടിച്ചു വെക്കുന്ന സൂക്ഷിച്ചിങ്ങനെ പിടിക്കാട്ടോ. അതേസമയം നമ്മുടെ മുഹൂർത്ത സമയം കഴിഞ്ഞിട്ട് അനുവിനെയും അത് കാണാത്തത് കൊണ്ട്, വീട്ടുകാരും കാണാത്തതുകൊണ്ട് ജീവനും വീട്ടുകാർക്കും കാര്യം മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ടെന്ന്. അവരെല്ലാവരും കൂടി ദേവമംഗലത്തേക്ക് വരുവാണ്. അല്ല, ദേവമംഗലത്തല്ല, ഇവരെല്ലാവരും കൂടി മറ്റേ മുഹൂർത്ത സ്ഥലത്ത്, അതായത് മണ്ഡപത്തിലേക്കാണ് പോകുന്നത്. തമിഴിൽ അങ്ങനെയാണ്. ഇവരെല്ലാവരും കൂടി മണ്ഡപത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ജീവന്റെയും വീട്ടുകാരുടെയും കാല് പിടിച്ച് ബാലൻ പൊട്ടിക്കരയാണ്. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ മോളെ കാണാനില്ല എന്ന് പറയാണ്. അത് കേട്ട് ഈ ജീവന്റെ ബന്ധുക്കൾ പറയേണ്ടത്, നിങ്ങളുടെ മോളെ എവിടെ പോരാ, അവൾക്ക് ചിലപ്പോൾ വല്ല അഫെയർ ഉണ്ടാവുമായിരിക്കും, അവൻ്റെ കൂടെ വലുത് ഒളിച്ചോടി പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ബാലന്റെ വീട്ടുകാരൊക്കെ കളിയാക്കി പുച്ഛത്തോടെ ചിരിക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല, കാരണം അവർക്ക് അതിനുള്ള വോയിസ് ഇല്ലല്ലോ. അവരെല്ലാം കേട്ടോണ്ടിരിക്കണം. അപ്പൊ ജീവൻ പറയണ്ടേ, ആരും വീട്ടുകാരെ കുറ്റം പറയരുത്. അനു ചെയ്ത ഒരു തെറ്റിന് ഇവരെന്തിനാ കുറ്റം പറയണത്? പക്ഷെ അനു അങ്ങനെ ചെയ്യില്ലെന്ന് തന്നെയാണ് അങ്കിൾ എൻ്റെ വിശ്വാസം. കാരണം അനുക്കൊരു അഫെയർ ഉള്ള കാര്യം എന്നോട് പറഞ്ഞതാണ്. അനു എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണ് എന്നോട്. അതുകൊണ്ട് തന്നെ അനുവിന് വേറെന്തോ അപകടമാണ് പറ്റിയിട്ടുണ്ടാവാം, അത് നിങ്ങളൊന്ന് അന്വേഷിക്കണം. പിന്നെ ഞങ്ങൾ എന്തായാലും പോകുവാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അമ്മേനെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ജീവൻ അവിടെ നിന്ന് പോവാട്ടോ. ബാലൻ ആ കഥ മണ്ഡപത്തിലിരുന്ന് പൊട്ടിക്കരയാണ്, നെഞ്ചു പൊട്ടിക്കരയാണ്. അത് കണ്ടിട്ട് തന്നെ ബാലന്റെ മക്കളായിട്ടുള്ള ആര്യനും ആകാശനും ആനന്ദിനൊക്കെ ഭയങ്കര സങ്കടം വരാട്ടോ. അവരെ എല്ലാവരും കൂടി നമ്മുടെ ബാലനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഗോമതി ആണെങ്കിൽ എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും മീനാക്ഷിയൊക്കെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് ആനന്ദ് എന്താ ചെയ്യാച്ചാൽ നമ്മുടെ ദേവീനെയും വിളിച്ച് മാറ്റി നിർത്തി പറയുന്നുണ്ട്, നിനക്ക് സമാധാനമായല്ലോ, നിനക്ക് തൃപ്തിയായല്ലോ, ഈ വിവാഹം കഴിയുമ്പോൾ നിനക്ക് വീട്ടിൽ പോകേണ്ടി വരും, അതുകൊണ്ട് ഈ വിവാഹം നടക്കാതിരിക്കാൻ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചല്ലേ, നിന്റെ പ്രാർത്ഥന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അപ്പോഴും ദേവീനെയാണ് കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കണം കേട്ടോ. ദേവിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ കുറ്റപ്പെടുത്താൻ എങ്ങനെ ആനന്ദിനെ പറ്റുന്നു എന്നാലോചിച്ച് പൊട്ടിക്കരയാണ് നമ്മുടെ ദേവി കേട്ടോ. അതിനുശേഷം ബാലൻ പറഞ്ഞു, ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്, മണ്ഡപത്തിന്റെ പൈസയൊക്കെ കൊടുത്തേക്ക്, പൂജാരിയുടെ പൈസ പൂജാരിക്കും കൊടുത്തേക്ക്, കല്യാണം നടന്നില്ലെന്ന് വെച്ചിട്ട് പൈസ ഒന്നും കൊടുക്കാതിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട് ബാലൻ, ജീവന്റെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി തിരിച്ച് ദേവമംഗലത്തേക്ക് വരിക കേട്ടോ. ദേവമംഗലത്ത് കെട്ടിത്തൂക്കിയ മണ്ഡപവും പൂക്കളും എല്ലാം നശിപ്പിച്ച് കളയാണ് ബാലൻ. എന്നിട്ട് ആ പടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഗോമതിയും അടുത്തിരിക്കുന്നുണ്ട്. ആ സമയത്താണ് അലോകിന്റെ കാർ അവിടേക്ക് വരുന്നത്. അലോകിന്റെ കാർ വരുമ്പോഴേക്കും എല്ലാവരും ആ കാറിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കൃഷ്ണമംഗലംകാർ നോക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ട്. അങ്ങനെ അലോക് അനുവിനോട് പറയുന്നുണ്ട്, നീ ഇറങ്ങാൻ നോക്ക് എന്ന് പറയാണ്. അനു അങ്ങനെ പതുക്കെ ഇറങ്ങുവാട്ടോ. അനുവിനെ കാണുമ്പോൾ എല്ലാവർക്കും ഷോക്കും ദേഷ്യവും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അനു അലോകിനോട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. അലോകും പുറത്തേക്ക് ഇറങ്ങാണ്. അതിനുശേഷം നമ്മുടെ അനു ആണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അലോകിന്റെ കൈ പിടിച്ച് വലിച്ച് വരികയാണ്. എന്നിട്ട് ബാലനോടും ഗോമതി അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ഗോമതി ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ അനുവിന്റെ മുഖത്തേക്ക്. ഇടി സാമദ്രോഹി, നിനക്ക് ഇവനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവന്റെ കൂടെ നേരത്തെ ഒളിച്ചോടി പോയിക്കൂടായിരുന്നോ, എന്തിനാണ് ഞങ്ങളെ വീട്ടുകാർ ഇത്രയും കഷ്ടപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തണം. അപ്പൊ അലോക്, ഞാൻ വിവാഹം കഴിച്ചെന്നോ? ആ സമയത്ത് അനു ഇങ്ങനെ താലിമാല ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അതെ, അലോക് കെട്ടിയ താലിയാണിത്, കണ്ടില്ലേ എന്ന് പറഞ്ഞ താലിമാല കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് അലോകിനെ മനസ്സിലാവുന്നത്. വണ്ടിയിലിരിക്കുന്ന സമയത്ത് അനു ചായ വേണമെന്ന് പറഞ്ഞിരുന്നു. അലോക് ചായ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് അനു തന്റെ കയ്യിലുണ്ടായിരുന്ന താലി ഉണ്ടല്ലോ, അത് സ്വയം കഴുത്തിൽ കെട്ടിയിട്ട് അത് മറച്ചു വെക്കുമായിരുന്നു. മുടിയും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ കയറ്റി വെച്ചിട്ട് ആ താലിമാല മറച്ചു വെച്ചിട്ടാണ് ഇരുന്നേന്നുള്ള കാര്യം അപ്പോഴാണ് അലോകിനെ മനസ്സിലാവുന്നത് കേട്ടോ. ശേഷം ബാലനും ഗോമതിയും കൂടി നമ്മുടെ അനുവിനെ പുറത്താക്കി അനുവിനെ നമ്മുടെ അച്യുതനും ഭാര്യയും കൂടി, അയ്യോ എന്റെ മരുമകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുക കേട്ടോ.
നമ്മുടെ അനു വലതുകാല് വെച്ച് കൃഷ്ണമംഗലത്തേക്ക് കയറുവാട്ടോ. അപ്പൊ അനുവോടത്ത് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമൊക്കെയാണ്. മീനാക്ഷിക്കും മിത്രക്കും ദേവിക്കും ഒക്കെ ഭയങ്കര ദേഷ്യമാട്ടോ. നമ്മുടെ ആനന്ദ് റൂമിലേക്ക് വരുമ്പോൾ ദേവി എടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പൊ ഇവിടെ നിന്ന് പടി ഇറങ്ങണ്ട, ഇപ്പൊ എന്റെ വീട്ടുകാരെല്ലാം ഭയങ്കര ഷോക്കിലാണ്. ആ സമയത്ത് നീയും കൂടി ഇവിടെ നിന്ന് പോയിക്കിനാ, അവർക്ക് ഷോക്ക് കൂടത്തല്ലേ ഉള്ളൂ. ഒരു 2 ആഴ്ച കൂടി നിനക്ക് സമയം തന്നിരിക്കുകയാണ്, അതിനുശേഷം നിന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് കൊണ്ടേ ആക്കിക്കോളാം എന്ന് ആനന്ദ് പറയാണ്. നമ്മുടെ വലതുകാല് വെച്ചിട്ട് നമ്മുടെ അനു ആണെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് കയറുന്നുണ്ട്. മുത്തശ്ശി അനുവിനെ പിടിച്ചു മാറ്റിയിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്താ സംഭവിച്ചത്? ഗോമതി പറഞ്ഞത് ആ പയ്യൻ ജീവൻ എന്ന് പറഞ്ഞ പയ്യന്റെ വിവാഹത്തിന് നിനക്ക് വല്ലാത്ത ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ നീ എന്താ മോളെ അലോകിന് വിവാഹം കഴിച്ചത്? ഇവനൊരു മൃഗമാണ് മോളെ, ഇവൻ മനുഷ്യനും പോലെയല്ല. എന്തിനാ മോളെ നീ നിന്റെ ജീവിതം ഇവന് വേണ്ടി കളഞ്ഞത്? നീ എന്തിനാ മോളെ ഇവനെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശി. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇന്ദിരാമ്മ ചോദിക്കുമ്പോഴേക്കും അനു സത്യങ്ങളൊക്കെ ഇന്ദിരാമ്മ എടുത്ത് പറയാണ്, മുത്തശ്ശി വീട്ടിൽ ആലോചിച്ച ബന്ധത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. അലോകിനെ ഞാൻ വെറുത്തതാണ്, അല്ലെങ്കിലും അവൻ എന്നെ സ്നേഹിച്ചിട്ടില്ല മുത്തശ്ശി. അവൻ 2 വീട്ടുകാരും തമ്മിൽ ഒന്നാക്കാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് എന്നെ പ്രണയത്തിൽ വീഴ്ത്തത്. അവനെ പക വീട്ടാൻ വേണ്ടി മാത്രമാണ് എന്നെ ഉപയോഗിച്ചത്. പിന്നെ എന്തിനാ മോളെ നീ അവനെ വിവാഹം കഴിച്ചത്? ഇല്ല മുത്തശ്ശി, ഈ കെട്ടിയേക്കണ താലി ഉണ്ടല്ലോ, അത് അലോക് കിട്ടിയ താലിയല്ല, ഞാൻ തന്നെ എൻ്റെ കഴുത്തിൽ അണിയതാണ്. വിവാഹം മുടക്കാൻ വേണ്ടി അവൻ എന്നെ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. പക്ഷെ എനിക്ക് വേറെ നിവർത്തിയില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ എൻ്റെ വീട്ടുകാരാണ് നാണം കെട്ടത്. അതിന് അലോകിനെ പണി കൊടുക്കണ്ടേ മുത്തശ്ശി? അലോകിന് നല്ലൊരു പണി കൊടുക്കണ്ടേ? അത് വേണം മോളെ, നിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് മുത്തശ്ശിയും പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അലോകിന്റെ ക്രെഡിറ്റ് കാർഡ്, ഒരു 3 ക്രെഡിറ്റ് കാർഡ് അലോകിന്റെ പേഴ്സിലുണ്ട് കേട്ടോ. ആ 3 ക്രെഡിറ്റ് കാർഡും ഒരു 2 ഡെബിറ്റ് കാർഡും ഉണ്ട്. അതും എടുത്തിട്ട് നമ്മുടെ അനു പർച്ചേസിനെന്ന് പറഞ്ഞിട്ട് ജ്വല്ലറിയിലും ടെക്സ്റ്റൈൽസിലൊക്കെ പോയി ഇറങ്ങും കേട്ടോ. എന്നിട്ട് ആ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എത്രത്തോളം വിഡ്രോ ചെയ്യാവോ അത്രത്തോളം വിഡ്രോ ചെയ്യാണ്. അത് പോരാണ്ട് അലോകിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പലയിടത്തുനിന്നും കടവും വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ അനു. അങ്ങനെ കടക്കെണിയിലേക്കാണ് അലോകിനെ കൊണ്ടിടുന്നത്. രാവിലെ തന്നെ 2-3 നെക്ലസും 2-3 സാരികളും ഒക്കെ വാങ്ങിച്ചിട്ടാണ് അനു രാവിലെ തന്നെ വരുന്നത്. എന്നിട്ട് അനു വരുമ്പോഴേക്ക് അച്യുതൻ ചോദിക്കുന്നുണ്ട്, ആഹാ മോള് ഷോപ്പിങ്ങിന് പോയതായിരുന്നു? അതെ, മോളുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നു. ഓ ബാലൻ 75 പവനാണല്ലോ മോൾക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞത്, അപ്പൊ ആ സ്വർണ്ണമൊക്കെ ആയിരിക്കും അല്ലേ? ഇതൊന്നുമല്ല, ഇത് അലോകിന്റെ പൈസ ഒക്കെ വാങ്ങിച്ചതാ. അല്ലെങ്കിലും ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി ഞാനെന്തിനാ എന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കണത്? എന്റെ ഭർത്താവായിട്ട് അലോകില്ലേ, അലോകിന്റെ പൈസ ഒക്കെ ഇതൊക്കെ വാങ്ങിച്ചത്. അപ്പോഴേക്ക് അലോക് ഇവിടെ അങ്ങോട്ടേക്ക് വരട്ടെ. എന്റെ പൈസക്കോ? എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ. പൈസ ഇല്ലെന്നോ? അലോകിന് ഡെബിറ്റ് കാർഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് പോയി. പിന്നെ ക്രെഡിറ്റ് കാർഡ് വേറെയുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഞാൻ പോയി. പിന്നെ ബാങ്ക് അക്കൗണ്ടിലായ പൈസയൊക്കെ ഒന്ന് തീരാനായിട്ട് അലോകെ, എനിക്ക് ഇനിയും കുറച്ച് പർച്ചേസും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അലോക് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് 5-6 കിറ്റൊക്കെ ആയിട്ടാണ് നമ്മുടെ അനു അകത്തേക്ക് കയറി പോകുന്നത് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അലോക് അവിടെ ഇരുന്ന് പോവാണ്. ഈശ്വര, ഇവളെന്നെ മുടിപ്പിക്കുമല്ലോ എന്ന് പറയുമ്പോൾ, മുത്തശ്ശി നിനക്ക് അങ്ങനെ തന്നെ വേണോടാ എന്ന് പറഞ്ഞിട്ട് അലോകിനെ നോക്കി ചിരിക്കാട്ടോ. അപ്പൊ അനു കൊടുക്കാൻ പോകുന്ന പണികളാണ്, അലോകിനെ കൊടുക്കാൻ പോകുന്ന പണികളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ സത്യം ആദ്യം അറിയാൻ പോണത് നമ്മുടെ ധർമ്മനാണ് കേട്ടോ. അമ്മ ഈ കാര്യം ധർമ്മനോട് പറയും, പിന്നെ ധർമ്മൻ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ദേവമംഗലത്തും പറയും. അതൊക്കെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ അനുവിന്റെ ഇങ്ങനത്തെ കുറച്ച് കുസൃതികളാണ് നമ്മൾ കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.